1:3:6:24 എന്നാണ് ഞാൻ എൻ്റെ ഒരു തമ്പിടുന്നത്. 1 എന്ന് പറഞ്ഞാൽ എന്തായി, ഒരു ലോണ്ടറി തുടങ്ങി 1 മന്ത് കൊണ്ട് കാര്യങ്ങൾ പഠിച്ചു, 3 മന്ത്സ് കൊണ്ട് ബ്രേക്ക് ഈവൺ ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഒന്നും ഇറക്കില്ല, കയ്യിലെ പൈസ വെച്ചിട്ട് ഇറക്കാണ്ട് തന്നെ ഇത് ഓടിപ്പോയി, ബ്രേക്ക് ഈവൺ ആയി. 6 എന്ന് പറഞ്ഞാൽ 6ാമത്തെ മാസം മുതൽ ലാഭം കിട്ടാൻ തുടങ്ങി, പ്രോപ്പർ ലാഭം കിട്ടിയത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ തുടങ്ങി, നമ്മൾ മുടക്ക് മുതലിലേക്ക് പോകാൻ തുടങ്ങി. ഒരു 24 മാസം കൊണ്ട് മുടക്കിയ പൈസ മൊത്തം നമ്മുടെ കയ്യിൽ വന്നു. ഈ ഒരു റേഷ്യോ ആണ് ലോണ്ടറിയുടെ ഒരു സക്സസ്ഫുൾ റേഷ്യോ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മെയിൻ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ പ്ലാനും എല്ലാം സ്പെസിഫിക് ആയിരിക്കണം. ദെൻ അങ്ങനെ പോയ ഒരു യൂണിറ്റ് 5 ടൈംസ് എക്സ്ട്രാ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എടുക്കാനും പറ്റും. ഇൻവെസ്റ്റ്മെന്റ് 5%, 5 ഇരട്ടിയോളം ആ മെഷീൻ കൊണ്ട് നമുക്ക് ബലമുണ്ടാകും. ഇതായിരിക്കണം ഒരു ലോണ്ടറിയുടെ വളർച്ച. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തായി, ഈ പറയുന്ന ലോണ്ടറി, ഈ പറയുന്ന മെഷീൻസ് വെച്ചിട്ട് ആ മെഷീൻ അത്രയും നാൾ നിൽക്കണം. അല്ലാണ്ട് 6 മാസം 5 വർഷം കൊണ്ട് സ്ക്രാപ്പ് ആക്കുമല്ല, അത്രയും കൂടി നിൽക്കണം നമുക്ക് ആ മെഷീൻസ്. അതായിരിക്കണം നമ്മുടെ മെഷീൻ സെലക്ഷനിൽ നമ്മുടെ ഒബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഇത്രയും ബ്രാൻഡുകൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ പ്രൈസ് കിട്ടും. യു കമ്പയർ ദ പ്രൈസ്. നിങ്ങൾക്ക് തന്നെ ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് ഗൂഗിളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കൊട്ടേഷനൊക്കെ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ ബ്രാൻഡുകളുടെ പ്രൈസും മാർക്കറ്റിൽ എന്ത് കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കമ്പാരിസൺ എടുക്കുക. അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റ് കമ്പാരിസൺ വേറൊരു സെക്ഷനുണ്ട്, അവിടെ നമുക്ക് ആ സെക്ഷൻ വരുള്ളൂ. ഓക്കെ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ലെവലില് നമ്മുടെ പ്രൊജക്ട് എത്ര വരുമെന്ന് നമുക്ക് ഇപ്പോഴേ ഒരു ഐഡിയ എടുത്തേക്കാം. ഇതിൽ ഏത് ഇട്ടാലും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മെഷീൻ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ബേസ് ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് നമുക്കൊരു ഐഡിയയിലേക്ക് പോവാം. ഓക്കെ.